കാനഡയിൽ PR സ്വപ്നം കണ്ട് കഴിയുന്നവർക്കും ഇപ്പോൾ താൽക്കാലിക വിസയിൽ അവിടെ ജോലി ചെയ്യുന്നവർക്കും ഇതാ വലിയൊരു ആശ്വാസവാർത്ത എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ അഴിച്ചുപണികളാണ് നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, താൽക്കാലിക വിസയിൽ കാനഡയിൽ കഴിയുന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് പെർമനന്റ് റെസിഡൻസി അഥവാ PR നൽകുന്നതിനായി സർക്കാർ പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു എന്നതാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏകദേശം 33,000 വിദേശ തൊഴിലാളികൾക്ക് PR നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇമിഗ്രേഷൻ മന്ത്രി ലെന ഡിയാബാണ് ഈ വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാനഡയിലെ തൊഴിൽ മേഖലകൾ നേരിടുന്ന രൂക്ഷമായ തൊഴിലാളിക്ഷാമം പരിഹരിക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. പ്രത്യേകിച്ച് നിർമ്മാണ മേഖല, ആരോഗ്യരംഗം, സാങ്കേതികവിദ്യ എന്നീ വിഭാഗങ്ങളിൽ വൈദഗ്ധ്യമുള്ളവർക്ക് ഇതിലൂടെ വലിയ മുൻഗണന ലഭിക്കുമെന്നാണ് സൂചന. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പെട്ടെന്നുള്ള തീരുമാനം സർക്കാർ എടുത്തതെന്ന് നമുക്ക് നോക്കാം. നിലവിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് സന്ദർശക വിസയിലും സ്റ്റുഡന്റ് വിസയിലും വർക്ക് പെർമിറ്റിലുമായി കാനഡയിൽ കഴിയുന്നത്. ഇവരിൽ പലരുടെയും വിസ കാലാവധി ഉടൻ അവസാനിക്കാൻ പോവുകയാണ്. ഇങ്ങനെ കാലാവധി കഴിയുന്നതോടെ ഇവർ രേഖകളില്ലാത്തവരായി അൺഡോക്യുമെന്റഡായി മാറാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും നിയമവ്യവസ്ഥയെയും ബാധിക്കും. അതുകൊണ്ടുതന്നെ കഴിവുള്ള തൊഴിലാളികളെ രാജ്യത്ത് തന്നെ നിലനിർത്താനാണ് ഈ പുതിയ PR പാത തുറന്നിരിക്കുന്നത്. മന്ത്രി ലെന മെറ്റ്ലെക് ദിയാബ് വളരെ വ്യക്തമായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കാനഡയിലുള്ള സന്ദർശകരും വിദ്യാർത്ഥികളും തൊഴിലാളികളും തങ്ങളുടെ വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അത് പുതുക്കാൻ അപേക്ഷിക്കണം. അല്ലാത്തപക്ഷം രാജ്യം വിടേണ്ടിവരുമെന്ന കർശന നിർദ്ദേശമാണ് അവർ നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കാനഡയുടെ ജനസംഖ്യാ നിയന്ത്രണമാണ്. പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ സർക്കാർ വളരെ കൃത്യമായൊരു പ്ലാനുമായാണ് മുന്നോട്ടു പോകുന്നത്. 2027ഓടെ കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 5% താഴെയായി കുറയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. നിലവിൽ ഇത് 6.8%. അതായത് വരും വർഷങ്ങളിൽ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാകുമെന്ന് ഉറപ്പാണ്. പുതിയ ആളുകളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഇപ്പോൾ രാജ്യത്തുള്ള കഴിവുള്ളവർക്ക് സ്ഥിരതാമസം നൽകി അവരെ ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിലേർപ്പെടുത്തിയ നിയന്ത്രണവും വിസ നിയമങ്ങളിലെ കർക്കശമായ മാറ്റങ്ങളും ഇതിന്റെ ഭാഗമാണ്. ഈ 5% ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ കാനഡയ്ക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടിവരും. അതിനാൽ തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ 33,000 PR അവസരം വളരെ വലുതാണ്. കാനഡയിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിലും കൺസ്ട്രക്ഷൻ മേഖലയിലും വലിയ രീതിയിലുള്ള മാൻപവർ ഷോർട്ടേജ് ഉണ്ട്. ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ പദ്ധതി പ്രകാരം PR ലഭിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. എന്നാൽ വെറുതെ ഒരു വിസ കൈവശമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ സ്കിൽ സെറ്റും തൊഴിൽ പരിചയവും കാനഡയുടെ നിലവിലെ ആവശ്യകതയുമായി പൊരുത്തപ്പെടണം. മാർക്ക് കാർണി സർക്കാർ ഇക്കോണമിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ GDPയിലേക്ക് സംഭാവന നൽകാൻ കഴിയുന്നവർക്ക് മാത്രമായിരിക്കും ഇനി മുൻഗണന. മുൻപുണ്ടായിരുന്ന TR to PR പാതയുമായി ഇതിനെ പലരും താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തവണ കൂടുതൽ ഫിൽട്ടറിംഗ് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കി വയ്ക്കാനും വിസ കാലാവധി കൃത്യമായി നിരീക്ഷിക്കാനും മറക്കരുത്. ചുരുക്കത്തിൽ കാനഡ ഇമിഗ്രേഷൻ രംഗം വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. ഒരു വശത്ത് പുതിയ കുടിയേറ്റക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ മറുവശത്ത് രാജ്യത്ത് നിലവിലുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുകയാണ് സർക്കാർ. ഇത് നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു വലിയ അവസരമാണ്. വിസ പുതുക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ഏപ്രിൽ മാസത്തോടെ ഈ പുതിയ PR പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളും അപേക്ഷാ രീതികളും പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.